പ്രതീക്ഷിച്ചതാണ് കാര്യം അപ്പോഴും പറയുകയാണ് ഇപ്പൊ തുറക്കണ്ട അപ്പൊ തുറക്കണ്ട എന്റെ പ്രതീക്ഷിച്ച് അതെ ഞങ്ങൾ ആരെങ്കിലും ആഴ്ചെങ്കിൽ ആരാണെങ്കിലും ഒന്നും പറയില്ല പറയണ പോലെ ചെയ്ത അല്ലെങ്കിൽ ഞാനത് പോന്നു ഇവിടെ നിക്ക് അടപ്പ് പോകുന്നപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടായതേ. ഞാൻ പറഞ്ഞു അവിടെ കൊടുന്നിട്ട് തുറന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും തുറക്കല് കഴിഞ്ഞു. എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. പാപ്പിയുടെ മുന്നിലിരിക്കുന്ന സോയാ ബോൾസ് കൊണ്ടൊരു മസാലക്കറിയാണ് കേട്ടോ ഞങ്ങളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് കറിയായിട്ട് ഇന്നിപ്പോൾ സാമ്പാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈഡ് ഡിഷായിട്ട് സോയാബീൻ കൊണ്ടൊരു മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ ചക്രം വറുത്തു, പിന്നെ കയ്പ്പയ്ക്ക കൊണ്ടാട്ടം വറുത്തു. അതിന് മുമ്പ് സോയാബീൻ മസാലക്കറി ഉണ്ടാക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ളി, തക്കാളി, പിന്നെ ഇഞ്ചിയും പച്ചമുളക് പേസ്റ്റ്, കറിവേപ്പില, പിന്നെ മസാല പൊടികൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അതിനുശേഷം കുറച്ച് സോയാ ബോൾസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഒരു നേരത്തേക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഇപ്പം ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം പൊടികൾ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് അത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നീടാണ് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച സോയാബീൻസും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുത്ത് അത് ആവശ്യത്തിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചു. പിന്നെ അതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയായിരുന്നു. വെന്തിട്ടുണ്ട്. ഇനി അതിലെ വെള്ളം നമുക്ക് ഡ്രൈ ആക്കണം കേട്ടോ. നന്നായിട്ട് വറ്റിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ചിക്കനൊക്കെ വരട്ടി ഡ്രൈ ആക്കി എടുക്കുന്നത് പോലെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല അടിപൊളി ഡിഷാണ്. അങ്ങനെ ഇളക്കി നമ്മൾ സോയാബീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് ചട്ടി ഒന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബ്രൗൺ കളറായിട്ടുണ്ടാവും. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടെ കട്ട് ചെയ്തിട്ട് വാങ്ങി വെക്കുമ്പോൾ നമ്മൾ അടുപ്പത്തു നിന്ന് വാങ്ങി വെക്കുമ്പോൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാത്തവർ വേണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ മല്ലിയില അധികം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ തണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കൂടുതലായിട്ടും. പക്ഷെ ഉള്ളത് വെച്ച് ഞാൻ അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് അതും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സോയാബീൻ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഒന്നും സോയാബീൻ കഴിക്കാറില്ല കേട്ടോ. അമ്മ കഴിക്കില്ല, അച്ഛൻ ചിലപ്പോഴേ കഴിക്കൂ. ഞാനും പാപ്പിയും മാത്രമേ കൂടുതൽ കഴിക്കാം. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ മസാലക്കറി സെറ്റായിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് വേറെ. അത് വീഡിയോയിൽ ഞാൻ പറയാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം, മുഴുവനായിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അതിന് ശേഷം നമ്മൾ ചക്കക്കൂട്ടൊക്കെ പുറത്തെടുത്തു. ഇനി ഇവനെ വെട്ടി ശരിയാക്കി വേണം നമുക്ക് ചക്ക വരട്ടാനുള്ള സെറ്റപ്പിലാക്കാൻ കേട്ടോ. അടിപൊളിയായി പഴുത്തുന്നു. ഇനി പീസാക്കി തന്നാൽ ഞാൻ ചുള പറിക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇടാം നമുക്ക്. അത് മേത്താവാതെ ശ്രദ്ധിക്കട്ടോ. ഞാൻ മുളങ്ങി നല്ല മുളങ്ങിയാണ്. ഈ ചൈനക്കാര് കണ്ടോ ചക്കയൊക്കെ കട്ട് ചെയ്യുന്ന കണ്ട് നമുക്ക് അത്ഭുതം തോന്നും.
ഞാനൊരെണ്ണം കഴിച്ചോട്ടെ. പഴുത്തൊന്നേ. അങ്ങോട്ട് എണ്ണ പാത്രം എടുത്തിട്ട് വരുമോ അച്ചു? ഇതിലുണ്ടേ. ഇതിൻ്റെ ഈ സാധനമാണ് നല്ല ടേസ്റ്റ്. ഇത് അടിപൊളി ഉണ്ടോ? വാവ്. അമ്മ നല്ല മധുരണ്ട് പാകത്തിന് കഴിച്ചാൽ മതി കേട്ടോ. നിന്റെ അച്ഛൻ പറഞ്ഞ ചക്ക എത്ര വേണമെങ്കിലും കഴിച്ചോ, അതുകൊണ്ട് ഞാൻ കഴിക്കും. ഓഹോ. കഴിച്ചോ. പറിക്കാൻ കൂടെ കഴിച്ചാൽ മാത്രം പോലെ ഉള്ള സാധനം മൊത്തം കഴിച്ചിട്ട് ബാക്കി മക്കൾ അച്ഛൻ പാട്ട് കേൾക്കണമല്ലോ. അച്ഛൻ വരുമ്പോഴേക്കൊന്നും ഇത് ഉണ്ടാവില്ല. ഇതല്ല വേറെണ്ടേ. കുട്ടി വരുമ്പോഴേക്കൊക്കെ ഞെട്ടേക്കും. കല്ലിന്റെ അടയാളം കണ്ടോ? ചവണിയാണ് അച്ചു ടേസ്റ്റ് കൂടുതൽ. എന്താണ് മധുരം. അങ്ങനെ ഫൈനലി നമുക്ക് ഇത്രയും ചക്കച്ചുളകൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. 2 സെക്ഷനായിട്ടാണ് വെക്കുന്നത് കേട്ടോ. ഇതതിൻ്റെ മൂക്കാണ്. മൂക്ക് മീൻസ് നമ്മൾ ചക്ക പറിക്കുമ്പോൾ അതിൻ്റെ മുകൾ വശത്തുള്ള ഭാഗം ഉണ്ടാവില്ല, അത് കുറച്ച് ഹാർഡായിരിക്കും. അപ്പോൾ അത് വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് സെപ്പറേറ്റ് മാറ്റി വെച്ചു. പിന്നെ ഒരുപാട് കുരുവുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് ഞങ്ങൾ കുക്കറിൽ വെച്ചു കേട്ടോ, ഗ്യാസിൽ വെച്ചു. അത് 5 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു. അപ്പോൾ അതിൽ ഫുള്ളായിട്ട് കൊള്ളുന്ന രീതിയിലാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് 4 വിസിൽ വരുന്നത് വരെ വേവിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അതിൻ്റെ എയർ തുറന്നു വിട്ടു. എന്നിട്ട് നമ്മൾ ഒരു വലിയ ഉരുളിയിലേക്ക് മാറ്റി കേട്ടോ. ഉരുളിയിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം, അടുപ്പത്ത് വെച്ച് ഉരുളി ചൂടാക്കിയതിന് ശേഷം എണ്ണ പുരട്ടിയിട്ട് വേണം അതിലേക്ക് ഒഴിക്കാനായിട്ട് കേട്ടോ. പിന്നെ 2ാമത്തെ ട്രിപ്പ് ഞങ്ങൾ കുക്കറിൽ വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണ ഞങ്ങൾ ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് ചക്ക ഈ വിധമാവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാറുണ്ട്. പക്ഷെ അതിപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും വയ്യാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട്, അമ്മയ്ക്ക് കൈക്ക് വേദനയാണ്, എനിക്കും നിന്ന് ഇളക്കാനുള്ളൊരു വർക്കിംഗ് കണ്ടീഷൻ അല്ലാത്തതും കൊണ്ട് ഞങ്ങൾ കുക്കറിൽ വെച്ച് വേവിച്ച് മാറ്റിയതാണ് കേട്ടോ. ഇത് ചില്ലറ പണിയല്ല, നല്ല പണിയെടുക്കാനുണ്ട് ചക്ക വരട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ. അപ്പോൾ ഈ വെള്ളം വറ്റുന്നത് വരെ, നമ്മൾ ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. തീ നന്നായിട്ട് കത്തുകയും വേണം. തീ കത്തിക്കുമ്പോൾ ഇത് ഇങ്ങനെ കുമിളകളായിട്ട് ഇതിന് തിള വരുമ്പോൾ കയ്യിലേക്ക് തെറിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ തിള വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മാറി നിന്ന് വേണം ഇളക്കാനായിട്ട്. വലിയ കയ്യിൽ യൂസ് ചെയ്തുകൊണ്ട് വേണം കേട്ടോ ഇളക്കാൻ. ഞാൻ എൻ്റെ കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ക്ലോത്തിൻ്റെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ 2-3 തവണ തെറിച്ചത് കൊണ്ടാണ് ഞാൻ ഗ്ലൗസ് എടുത്തിട്ടത്. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 കിലോ ശർക്കരയോളം ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് മെൽറ്റാവുകയും വേണം, നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ വേണം കേട്ടോ. ഇതിലിനി നന്നായി കുറുകി വരുമ്പോൾ നെയ്യ് ചേർക്കാനുണ്ട്. നല്ലോണം നെയ്യ് ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും സ്റ്റെപ്പ് ഉണ്ട്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചക്ക വരട്ടൽ റെഡി ആവില്ല. ഇതിന് തീ ഈ ഒരു പാകത്തിന് കത്തണം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ചക്ക വരട്ടിയത് റെഡി ആവില്ല. ഇത് 3-4 ദിവസം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് നന്നായി ഇളക്കി അതിനെ ഡ്രൈ ആക്കി അവസാനം നല്ല ബ്രൗൺ കളറിൽ നമുക്ക് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് ചക്ക പായസം വയ്ക്കാം, ചക്ക അട ഉണ്ടാക്കാം, ചക്ക അപ്പം ഉണ്ടാക്കാം, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കി വരുന്ന ശർക്കര ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു, പാവുണ്ടാക്കി. പിന്നെ അതിൻ്റെ മുട്ട നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുക്കറിൽ വേവിച്ചു. എന്നിട്ട് നമ്മൾ ചക്ക അപ്പം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ.
അത് മതിയോ പൊടി? പറയൂ എങ്ങനെ ചെയ്യേണ്ടത്. ഇനി അത് പിന്നെ അതാ പുറത്ത് പോയ പുറത്ത് കളയല്ലേ കേട്ടോ. പാവ് ഒഴുക്കി ഇളക്കുക. ശർക്കര പാവ് തൊണ്ട നിൽക്ക് ഇളക്കണമെങ്കിൽ നേരെ ഇളക്കണം. ചിലപ്പോൾ പാവ് ഇട്ടട്ടെ. ഇളക്കല്ലേ അച്ചു മറ്റേ നീ വല്ലാതെ ഇളക്കണ്ട. പിടിച്ചിളക്കണം കേട്ടോ. ചക്കയിൽ ശർക്കര പൊടി ഇട്ടു ശർക്കര പാവ് ഒഴിച്ച് നല്ലോണം ഇളക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങ മതിയായോ? എന്നാ തേങ്ങ എടുത്തിട്ട് വരും. അതാ അവിടെ കട്ട് ചെയ്ത് വെച്ചത്. ഇത് ശരിയാക്കട്ടെ. അച്ഛൻ ഇളക്കി ശരിയാക്കി തരാം. കാണാ. ഓ ഇതെന്താ ചിപ്സ് ഒക്കെ ഇവിടെ കൊടുന്ന് വെച്ചേ. എടുത്തിട്ട് വരും. ഏലക്കായും കുത്തിയിരുന്നതാ. ഏലക്കായുടെ എസൻസ് ഒഴിച്ചാൽ മതിയോ? അച്ഛാ അതും കൂടി എടുത്തിട്ട് വരും. ഫ്രിഡ്ജിലുണ്ട് ഏലക്കായ എസൻസ്. പ്ലീസ് നല്ല കുട്ടിയല്ലേ. ഇതാ ഒന്നെടുത്തിട്ട് വരൂടാ. അത് പച്ചമുളകല്ലേ? എനിക്കുള്ള ആളിപ്പോ ഞാനല്ലേ. തീരാനായോ? അത് തീരൊന്നുമില്ല. അത് കൊറേ നാളായി കൊണ്ടുവന്നിട്ട്. അതൊന്നും കുഴപ്പമില്ല. എസൻസ് ഒക്കെ എത്ര കാലം എടുത്ത് വെച്ചാലും അതിനൊരു കേടുണ്ടാവില്ല. 10 വർഷം എടുത്താലോ? ഒരു ഡ്രോപ്പും കൂടെ ഒറ്റിച്ചു. മതി. അച്ഛനെ കൊണ്ട് പറ്റില്ല കുഞ്ഞാ. നന്നായിട്ട് ബലത്തിൽ പിടിച്ചിളക്കണം. ഇത് വയ്യാട്ടെ. ഞാൻ അവിടെ നിരപ്പാക്കണ്ട. അച്ഛമ്മടെ തന്നെ പറ്റിയിട്ട് കുടുങ്ങിയിട്ട്. അച്ചു കണ്ടോ അത്? നേരത്തെ കുക്കർ തുറന്നപ്പോ ഫുള്ള് സ്പ്ലാഷ് ആയത്. പ്രതീക്ഷിച്ചതാണ്. കാര്യം അപ്പോഴും പറയുകയാണ്. ഇപ്പൊ തുറക്കണ്ട അപ്പൊ തുറക്കണ്ട. എന്റെ പ്രതീക്ഷിച്ച് അതെ ഞങ്ങളാരെങ്കിലും അടിച്ചെങ്കിൽ ആരാണെങ്കിലും ഒന്നും പറയില്ല. പറയണ പോലെ ചെയ്ത അല്ലെങ്കിൽ ഞാനത് പോന്നു. ഇവിടെ നിക്ക് അടപ്പ് പോകുന്നപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടായതേ. ഞാൻ പറഞ്ഞു അവിടെ കൊടുന്നിട്ട് തുറന്നാ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും തുറക്കല് കഴിഞ്ഞു. അല്ല ഒന്നുകൂടെ ഇങ്ങനെ എയർ പൊക്കി പിടിച്ചിട്ട് മൊത്തം പോന്നു. അതിന്റെ വിസിൽ പോന്നു. പക്ഷെ അടപ്പെടുത്തപ്പോഴേക്കാണ് പോവുക ചെയ്തേ. കുഞ്ഞാ ഇനി ഇത് എന്താ ഉണ്ടാക്കാൻ പോണെന്നറിയോ? എന്താ? ചക്ക പായസല്ല. മധുരം കഴിച്ചോക്കാം. ചിന്തിക്കാം. ഞാൻ ഒന്ന് ഇളക്കി യോജിപ്പിക്കട്ടെ. തരേ ചിക്കനെ പറ്റിയില്ല കയ്യോട്. അട മസാല എനിക്കൊന്ന് കൊണ്ടേ കൊടുത്തു നോക്കുന്നത് ബോണ്ടന്. അട മസാലയോ? എന്താ സാധനം? പരീക്ഷിക്കാം. തേങ്ങ ഇത് നെയ്യിൽ വാട്ടണോ? വേണ്ടല്ലോ. വേണ്ട. നെയ്യിൽ വാട്ടിയ ഭയങ്കര ബലമായിരിക്കും. അതുള്ളി അത് ഒരു തുള്ളി നെയ്യ് പാർന്ന് പിന്നെ കഴിക്കണ്ട. കഴിക്കണ്ട. അതിന് കഴിക്കാം. ഇനി ശർക്കര പാവില്ല. നന്നായിട്ട് ജോയിൻ ചെയ്യണം കുഞ്ഞാ. തരൂ. മതി മതി. ഇനി ഇത് കുറച്ചു നേരം ഇങ്ങനെ വെക്കല്ലേ? അത് വെക്കൊന്നും വേണ്ട. അതൊക്കെ വേഗം ആക്കാണ്ട് മാർക്ക് അതൊന്നും ഇളക്കട്ടെ. നേരെ ഒരു ചക്ക ഉണ്ടായി കട്ടി വെള്ളം ഏറിയ രസം ഉണ്ടാവില്ല. പീന്നാവും. സൈഡിൽ കൂടെ
ഇങ്ങനെയല്ലേ അല്ല സൈഡിൽ കൂടെ ഇങ്ങനെ പോണുണ്ടല്ലോ ഉള്ളിലേക്കല്ലേ? എന്ത് താഴേക്ക് ഇരിക്കാം. അല്ല അത് ഇവിടെ മതി. താഴേക്ക് ഇരിക്കണ്ട, താഴേക്ക് ഇരിക്കണ്ട. ഒരു സ്പൂൺ തന്നാ വലിയ സ്പൂൺ. ആ വലിയ പരന്നത് എടുത്തോട്ടാലും കോരിടാൻ പറ്റില്ല. അതിന് എന്ത് പറയാനുള്ളത്? ഇതങ്ങനെ അങ്ങനെ അല്ലാതെ ഞാൻ പറഞ്ഞേരി നിൽക്കേ. നാലില്ലാതെ എനിക്ക് പറ്റും. പിടി. ഇതിന് ശരിക്കും എന്താ പറയാ? മിഠായി അപ്പൊന്നോ? മുട്ടായി അപ്പം എന്ന് പറയാ. ചക്കപ്പത്തി ഇരിക്കണ്ടേ. ഇപ്പൊ കെട്ടൽ പരിപാടി കഴിഞ്ഞില്ലേ? ഇനി എന്താ അടുത്ത പരിപാടി? ഇതൊന്ന് മുറിച്ച് ഒന്ന് ഷേപ്പാക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അത്രയൊന്നുമില്ല. അച്ഛൻ ഇത് കട്ട് ചെയ്യാൻ കൂടെടാ. കട്ട് ചെയ്യാൻ കൂടാ പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വന്നിട്ട് കാണാം. നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അച്ഛമ്മയ്ക്ക് കൊണ്ടുവരും. വരും. കഴിഞ്ഞ അടിയന്തര ഘട്ടങ്ങളിൽ 5670 കോടി രൂപ വരെ വായ്പയെടുക്കാൻ സംസ്ഥാനത്തിന് സാധിക്കുമെന്ന് RBI വ്യക്തമാക്കുന്നു. 2001 വലിയ തകർച്ചയിലാണ് സംസ്ഥാനത്തെ സാമ്പത്തിക. AK ആന്റണിയുടെ പ്രസ്താവനയെ തള്ളിയ മുൻ ധനമന്ത്രി KN ബാലഗോപാൽ